ഓർമ്മക്കൂട്ടിൻ്റെ തുടക്കം 14 ലക്ഷത്തിൻ്റെ ചിരി എന്നാണ്. ചിരിയുടെ വില വർണ്ണിക്കാൻ നിശ്ചയിക്കാൻ ആർക്കും കഴിയില്ല. ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ. നമ്മുടെ വീട്ടിലേക്ക് സ്ഥാപനത്തിലേക്ക് ഒരു ഗസ്റ്റ് വരുമ്പോൾ ആ കാറ് തുറക്കണേടത്ത് തന്നെ എത്തി അവരെ നല്ലൊരു പുഞ്ചിരിയോടെ സ്വീകരിച്ച് അവരെ കൈപിടിച്ച് കൊണ്ടുവന്ന് അവരെ കേൾക്കാൻ തയ്യാറാവുക, അവരെ ആശയവിനിമയം നടത്തുക. ആരിൽ നിന്നും നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടാകും. മഹാനായ നബിയുല്ലാഹി യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ ഇബ്ലീസിനെ കണ്ടു. എനിക്കും നിങ്ങൾക്കും ഇബ്ലീസിനെ കാണാൻ ഒരവസരം കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. എറിഞ്ഞ് കൊല്ലണം, ചതച്ചരക്കണം, അവൻ്റെ ഒരു വികാരം, അവൻ്റെ ഒരു ഉദ്ദേശം, വെറുപ്പ്. പക്ഷേ യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാം അതൊരു ഇൻ്റർവ്യൂവിനാണ് ഉപയോഗപ്പെടുത്തി. ആരും ഇൻ്റർവ്യൂ ചെയ്യാൻ മറക്കരുത്. യഹ്യ നബി ഇബ്ലീസിനോട് ചോദിച്ചു, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജനങ്ങളൊന്ന് പറഞ്ഞു തരുമോ, ഏറ്റവും വെറുപ്പുള്ള ആളുകളൊന്ന് പറയുമോ? എന്തിനാണ് ലക്ഷ്യം? ഇബ്ലീസിൻ്റെ ശത്രുവായി മാറണം, ഇബ്ലീസിൻ്റെ മിത്രങ്ങളായി മാറരുത്. ഇബ്ലീസ് പറഞ്ഞു കൊടുത്തു, എനിക്ക് ഏറ്റവും ഇഷ്ടം നല്ല ആരാധകനാണ്, പക്ഷേ അവൻ മഹാലുബ്ധനാണ്, ആർക്കും ഒരു ഉപകാരവും ചെയ്യാത്ത, ഒരു സ്തുത്യർഹങ്ങളായ സേവനങ്ങളൊന്നും ഒരു ജീവകാരനെ പ്രവർത്തനം ചെയ്ത അവൻ അവസാനം അവൻ്റെ ആ ലുബ്ധതയായി അവൻ വൈകുന്നേരമാവോളം നനച്ച് വൈകുന്നേരം തച്ചുടച്ച് എന്ന് പറഞ്ഞാൽ അവൻ്റെ ആരാധനകളൊക്കെ നശിപ്പിച്ച് കളയും. എനിക്ക് ഏറ്റവും വെറുപ്പ് വളരെ മോശപ്പെട്ട ജീവിതമാണ്, പക്ഷെ അവൻ വിശാല മനസ്കതയാണ്. അവൻ ആരോടും നല്ല നല്ല പ്രവർത്തനങ്ങൾ, അവൻ അവസാന മരണം നല്ല രൂപത്തിലായിത്തീരും. അപ്പോൾ ആരെയും വെറുപ്പിക്കാതെ ഏത് ശത്രുവാണെങ്കിലും അവനിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ സന്നദ്ധരാവുക, അവരെ ഇൻ്റർവ്യൂ ചെയ്യുക, അവരിൽ നിന്ന് വിഷയങ്ങൾ ഉൾക്കൊള്ളുക എന്ന ഒരു തിയറി നമുക്ക് വന്നാൽ നമുക്ക് കുറേ വിദ്യാസമ്പന്നരായി കുറേ അപ്ഡേഷൻ നമുക്ക് കഴിയും.